ന- നമസ്കാരം. എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യയിലെ ഒന്നാം നമ്പറും രണ്ടാം നമ്പറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാണാം. ബായോ. അപ്പോൾ ഞാനിന്ന് സദ്യയിലെ ഒന്നാം നമ്പരെന്ന് പറഞ്ഞപ്പം മനസ്സിലായി കാണുമല്ലോ, അത് പരിപ്പ് കറിയാണ്. അതിന് ഞാനിവിടെ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന സാധാരണ അളവ് ഗ്ലാസ്സിലെ ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പാണ്. ആ ചെറുപയർ പരിപ്പ് നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് മൊരിയണ്ട, എന്നാൽ ഒന്ന് അതിൻ്റെ പച്ചമണം മാറണം. അതിനായിട്ടാണ് അങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അല്പം തീ കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇളക്കി നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം. ഇത് നല്ലവണ്ണം ആവശ്യത്തിന് മൊരിഞ്ഞിട്ടുണ്ട്. കാണാമല്ലോ, അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി, ആ പച്ചമണമൊക്കെ മാറി. ഇനിയും ഇതൊന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇത് കുക്കറിലിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ അതിനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. തീയും കത്തിച്ചു. ഇനിയും ആ പരിപ്പും അതിനകത്തൊരു 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതുകൂടാതെ അതിനകത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഇനി ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് വേവിക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് അത് അവിടെ ഇരുന്ന് വേവട്ടെ. പിന്നെ ചിലർ ഇതിനകത്ത് വെളുത്തുള്ളി, ചുമന്നുള്ളി ഒക്കെ ഇടാറുണ്ട്. അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ മണവും സ്വാദും ഒക്കെ അപ്പം മുൻപിൽ നിൽക്കുമ്പോൾ എനിക്കത് അത്ര ഒരു നന്നായിട്ട് തോന്നിയില്ല. എനിക്കതിലും നന്നായിട്ട് തോന്നിയ ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും സ്വാദാണ്. അതുകൊണ്ട് ഇതിനൊരരപ്പിന് വേണ്ടി ഇപ്പോൾ തേങ്ങയും ജീരകവും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു അരക്കപ്പ് തേങ്ങാപ്പീരയും ഒരല്പം ജീരകവും അത് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് പരിപ്പ് വേകട്ടെ. ഈ പരിപ്പ് പെട്ടെന്ന് വേകും, ഒരുപാട് വേവൊന്നുമില്ല. പരിപ്പ് വെന്ത് ഞാനതൊരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഉടച്ചു കൊടുത്തു. പക്ഷേ അത് ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആക്കരുത്. ഈ പരുവത്തിൽ കിടക്കണം. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് പരിപ്പും കാണണം. എന്നാൽ ഒരു പകുതി പരിപ്പോളം മിക്സായിട്ടുണ്ട്. എല്ലാം കൂടെ അങ്ങ് മിക്സായി പേസ്റ്റ് ആയാൽ ടേസ്റ്റ് ഇല്ല. ഇനി അതിനകത്തോട്ട് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനകത്ത് കുറച്ച് വെള്ളവും കൂടെ വേണം. കുറച്ചുകൂടെ നീണ്ട പരിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ വേണം. അത്രയും പോരാ, ഒരല്പം വെള്ളവും കൂടെ വേണം. അതുകൊണ്ട് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി. ഞാൻ ഉപ്പൊക്കെ നേരത്തെ നോക്കിയായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്, ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഇനി ഇത് ചൂടായിട്ട് ഒന്ന് താളിച്ച് കൊടുത്താൽ മാത്രം മതി. ചില നാടുകളിലൊന്നും താളിക്കത്തില്ല. നെയ്യ് മാത്രം മേളിലോട്ട് ഒഴിക്കുകയും പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുകയുമാണ് പതിവ്. പക്ഷേ ഞാനൊക്കെ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് ശീലിച്ചത്. താളിക്കും. അത് എണ്ണയൊഴിച്ചല്ല, നെയ്യിലാണ് താളിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക മണമാണ്. ആ നെയ്യിൽ മുളകും കറിവേപ്പിലയും ഒക്കെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അത് ഈ പരിപ്പ് കറിയുടെ മേളിലോട്ട് ഒഴിക്കുമ്പം കാണാനും ഒരു ഭംഗിയാണ്. ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ നല്ല സ്വാദുമുണ്ട്. ചെറുതായിട്ട് ചൂടായി. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് താളിച്ചാൽ മാത്രം മതി. ഇനി ഇത് നമുക്കൊന്ന് ഇറക്കി വെച്ചിട്ട് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഈ പാൻ വെച്ചു. പാനിനകത്തോട്ട് ഞാൻ പറഞ്ഞല്ലോ 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം.
പിന്നെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാവരും ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സ്പൂൺ നിറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് ഉരുകി കഴിയുമ്പം നമുക്ക് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രം മതി. നെയ്യെല്ലാം ചൂടായിട്ടുണ്ട്. ഇത് കടുകിടാം. കടുക് പൊട്ടി ഇനിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ആ നെയ്ക്കകത്ത് മൂക്കുമ്പം ഒരു പ്രത്യേക സ്വാദാണ്. വെളിച്ചെണ്ണയിൽ മൂക്കുന്ന പോലെ അല്ല. അത് ഈ പരിപ്പ് കറിയുമായിട്ട് നല്ല പോലെ ചേരും ആ നെയ്യുടെ സ്വാദ്. നെയ്യും പരിപ്പ് വിട്ട് ചോറുണ്ടെന്ന ഒരു ഫീല് കിട്ടും ഈ പരിപ്പ് കറി ഒഴിച്ച് ചോറുണ്ണുമ്പം. അപ്പോൾ ഈ പരിപ്പ് കറിയുടെ റെഡിയായി കഴിഞ്ഞു. ഇനി അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. കണ്ടോ, പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി മൺചട്ടി ആയതുകൊണ്ട് ഇരുന്നൊരൽപ്പം കൂടെ കുറുകും. ഇനി നമുക്ക് സദ്യയിലെ രണ്ടാമൻ ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ, പപ്പടം തന്നെ. പരിപ്പിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ് പപ്പടം. അതിന് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ആ എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പം പപ്പടം വറക്കാം. പപ്പടം ഇടാനായിട്ട് ഒരു പാത്രം വെച്ച് നമുക്കൊരു ടിഷ്യൂവും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ മിച്ചം വരുന്ന എണ്ണയൊക്കെ താഴെ ചെന്ന് ആ ടിഷ്യൂയിൽ വീണോളും. എണ്ണയൊക്കെ നല്ലോണം ചൂടായി. ഞാൻ ആ പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് പപ്പടം അല്ല കേട്ടോ, ഇത് അപ്പളം എന്നാണ് ഇതിന് പറയുന്നത്. പപ്പടം അല്ല. പപ്പടം ആണെങ്കിൽ നല്ല എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് കൊമളയായിട്ട് വീർത്ത് വരും. ഇത് അപ്പളമാണ്. ഞാൻ എപ്പോഴും ഇതാണ് മേടിക്കുന്നത്. പപ്പടം ഒരുപാട് എണ്ണ അബ്സോർബ് ചെയ്യും പപ്പടം. അതുകൊണ്ട് ഞാൻ അപ്പളമാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അത് എണ്ണ നല്ലോണം ചൂടായി ഒന്ന് തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നല്ലപോലെ എക്സ്പാൻഡ് ചെയ്ത് നല്ല വീർത്ത് നല്ല വലുതായിട്ട് വരും. ഒരുപാട് എണ്ണയും വലിച്ചെടുക്കത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക്സ്. അപ്പോൾ ഇനിയും വേറൊരു ഓണവിഭവമായിട്ട് നാളെയും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.